ഖാദി മേഖലയ്ക്ക് ഇൻകം സപ്പോർട്ട് സ്കീം വഴി പരമാവധി സഹായം ഉറപ്പുവരുത്തുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവൻ നിയമസഭയിൽ അറിയിച്ചു. ഖാദി തൊഴിലാളികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് സജി ജോസഫ് MLA ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പരമ്പരാഗത വ്യവസായമായ ഖാദി തൊഴിലാളികൾ കഴിഞ്ഞ ഓണക്കാലത്ത് പോലും പട്ടിണിയിലായിരുന്നു. 15 മുതൽ 18 മാസം വരെയുള്ള ഇവരുടെ മിനിമം കൂലി, ഉൽപാദന ബോണസ് എന്നിവ കൊടുക്കാൻ സാധിച്ചില്ല എന്നും ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ശ്രീ സജീവ് ജോസഫ്. പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയാണ് സാർ. അതേസമയം നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രത്യേകമായ പരിഗണന നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. സാറേ, ഈ ഓണക്കാലത്ത് പോലും നമ്മുടെ 10,000 വരുന്ന നമ്മുടെ ഖാദി തൊഴിലാളികൾ ഒരു പട്ടിണിയിലാണ് സാർ. 15 മാസം മുതൽ 18 മാസം വരെയുള്ള അവരുടെ മിനിമം കൂലി അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഉൽപാദന ബോണസും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ അത് ഉടനെ കൊടുത്തു തീർക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. സാർ, ഇക്കാര്യത്തിൽ അടിയന്തരമായൊരു നടപടി സ്വീകരിച്ച് അവരെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരുമോ എന്നുള്ളതാണ് ചോദ്യം. സാർ, ബഹുമാനായ മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം സഭയിൽ നടത്തിയ പ്രഖ്യാപനത്തിന് തുടർച്ചയിൽ ഈ മേഖലകളിലെ ഇൻകം സപ്പോർട്ട് സ്കീമിൽ പരമാവധി നൽകുന്നതിന് സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഖാദി തൊഴിലാളികളുടെയും ഇൻകം സപ്പോർട്ട് സ്കീം വഴി അവരെ പിന്തുണയ്ക്കുന്നതിന് ഒരു ഭാഗം സർക്കാർ ഓണത്തിന് മുൻപ് തന്നെ നൽകിയിട്ടുണ്ട്. ആ മേഖലയാകെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേയേറെ മാറ്റം ഖാദി മേഖലയിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുതിയ ഡിസൈനുകൾ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് കൂടുതൽ കൂലിയും തൊഴിലും ഉറപ്പുവരുത്താൻ ആവശ്യമായ ശ്രമവും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു.